ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചോറ് വെച്ചിട്ട് റെഡിയാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി പായസമാണ്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മെഹ്റാജിൻ്റെ അന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പായസം. ആ ഒരു പായസത്തിൻ്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ചോറും അതുപോലെ സേമിയും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു പായസം റെഡിയാക്കിയിട്ടുള്ളത്. ഈ ഒരു പായസം നമുക്ക് കഴിക്കുന്ന സമയത്ത് ഇത് ചോറ് വെച്ചിട്ടാണ് എന്നുള്ളത് ഒരിക്കലും പറയില്ല കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് പായസം റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ അവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ചുവട് കട്ടിയുള്ള ഏത് പാത്രവും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനതാ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. ഏകദേശം അതാ ഈ ഒരു കളറൊന്ന് ആയി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കരിഞ്ഞു പോവരുത്. കരിഞ്ഞു പോയാൽ പായസം ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതിനതാ ഈ ഒരു കളറായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ബട്ടറൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മെൽറ്റായി വരണം. അതിനതാ ബട്ടറൊക്കെ ഏകദേശം ഒന്ന് മെൽറ്റായി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തിന് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഒരു പായസം റെഡിയാക്കിയിട്ടുള്ളത്. ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഒരു പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ കട്ടിയായിട്ട് വരും കേട്ടോ. അങ്ങനെ വന്നാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ മെൽറ്റായി കിട്ടും. ഇനി ഇതെല്ലാം ഒന്ന് മിക്സായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ കട്ടിയായി വരും കേട്ടോ. അത് നമ്മളതിങ്ങനെ തിളക്കുന്നതിനനുസരിച്ചിട്ട് അതൊന്ന് മെൽറ്റായിട്ട് നല്ല പോലെ തന്നെ കിട്ടും. അതിനതാ ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പായസം റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാനിവിടെ ഒരു 4 ഏലക്കായ ഒന്ന് ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു പാലൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനത് ആ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സേമിയ നിർബന്ധമല്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇത് റോസ്റ്റഡ് സേമിയാണ് കേട്ടോ. ഇനി റോസ്റ്റഡ് സേമിയ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിലോ ബട്ടറിലോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു റോസ്റ്റഡ് സേമിയ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സേമിയ ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അതാ സേമിയൊക്കെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചോറാണ്. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് ചോറ് അളന്നെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അവിടെ കുറുവരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. റേഷൻ കടയിലെ അരി വെച്ചിട്ടുള്ള ചോറാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. ഇനി ആ ഒരു ചോറും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് തിളച്ചിട്ട് വരണം. ഈ ഒരു സേമിയയും ചോറൊക്കെ ഒരു പാലിൽ നല്ല പോലെ തന്നെ ഒന്ന് മിക്സായി കിട്ടണം. അതുവരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇത് ഏകദേശം ഒന്ന് മിക്സായി നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കാരമലൈസ് ചെയ്തിട്ടാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മധുരം കൂടെ ഉണ്ടാവും. അതും കൂടെ നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കരുത്. ഇനി ഒരു പഞ്ചസാരയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് മെൽറ്റായി കിട്ടണം. അതുപോലെ ഈ ഒരു പാലൊക്കെ കുറുകിയിട്ട് വരണം. അതുവരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ കൈയെടുക്കാതെ നല്ല പോലെ ഇളക്കിയിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അടിക്ക് പിടിക്കും, അത് ശ്രദ്ധിക്കണം. ഇനി ഒരു സമയത്ത് ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അധികം ചേർത്ത് കൊടുക്കരുത്, ഒരു പിഞ്ച് മതി. ഇനി നിങ്ങൾ ചോറ് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഈ ഒരു സമയത്ത്.
ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മളിതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അടുക്കി പിടിക്കുന്നത് ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുകി വരുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അടപ്പായസത്തിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു പായസത്തിന്. ചോറ് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളതെന്നുള്ളത് ഒരിക്കലും പറയില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതായത് നല്ല പോലെ തന്നെ ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇങ്ങനെ കുറുകി നല്ല പോലെ തന്നെ തിക്കായിട്ട് വരണം. അപ്പോഴാണ് പായസത്തിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ അതായത് ഇവിടെ ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് കുറുകി നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ബട്ടറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബട്ടറിന് പകരം നെയ്യ് എടുക്കാവുന്നതാണ്. ഇനി ഒരു ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാഷ്യൂ നട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് റോസ്റ്റായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെതാ ഏകദേശം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെതാ ഈ ഒരു കിസ്മിസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പായസത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടോ. ഇത് ഇപ്പോൾ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ തണുക്കുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പായസം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് റെഡിയാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അടപ്പായസത്തിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മളൊരു പായസത്തിനുള്ളത്. ചോറ് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഒരിക്കലും പറയില്ല കേട്ടോ. അത്രയും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചോറ് വെച്ചിട്ടുള്ള ഒരു പായസം ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. എല്ലാവരോടും ബായ്.